സൗദിയിലെ റിയാദിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡേറ്റ്സ് ഫെസ്റ്റിവലിലെ ഏറ്റവും വലിയ ആകർഷണമായിരുന്നു മിലാഫ് കോള. ഈത്തപ്പഴത്തിൽ നിന്നും നിർമ്മിക്കുന്ന ആദ്യ കോളയെന്നും കൃത്രിമമായി മധുരമോ ഡയറക്റ്റ് ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നും ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്നതിനപ്പുറം നിറയെ പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുമൊക്കെയുള്ള നിരവധി പ്രത്യേകതകൾ സൗദിയുടെ ഈ പുതിയ പ്രൊഡക്റ്റിനുണ്ട്. കാലങ്ങളായി സോഫ്റ്റ് ഡ്രിങ്ക് വിപണി ആഗോളതലത്തിൽ കീഴടക്കി വെച്ചിരിക്കുന്ന യാതൊരു ആരോഗ്യഗുണവുമില്ലാത്തതും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്നതുമായ കൊക്കക്കോള, പെപ്സി പോലെയുള്ള ഭീമന്മാർക്ക് ആരോഗ്യകരമായ ഒരു ബദൽ എന്ന നിലയിൽ മിലാഫ് കോള ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. പെപ്സിക്കോ കൊക്കക്കോളക്കോ ഒരിക്കൽ പോലും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള മിലാഫ് കോള അതിവേഗത്തിൽ വിപണി കീഴടക്കുമെന്ന കാര്യം ഉറപ്പാണ്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിൽ അൽമദീന ഹെറിറ്റേജ് കമ്പനിയാണ് ഈത്തപ്പഴങ്ങളുടെ ഈറ്റില്ലമായ സൗദിയിലെ പ്രീമിയം ഈത്തപ്പഴങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഉൽപ്പന്നം മിലാഫ് കോള എന്ന പേരിൽ വിപണിയിലിറക്കിയിരിക്കുന്നത്. സൗദിയിലെ ഈത്തപ്പഴ കർഷകർക്ക് ആഗോള വിപണിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക, സൗദിയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന മിഷൻ 2030 എന്ന അഭിമാന പ്രൊജക്ടിനെ സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശങ്ങളോടെ പുറത്തിറക്കിയ മിലാഫ് കോളയുടെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. മിലാഫ് കോളയെ മറ്റു സോഫ്റ്റ് ഡ്രിങ്കുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും വലിയ ഘടകം അതിൽ ആഡഡ് ഷുഗേഴ്സ് അഥവാ മധുരം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചസാര കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. പകരം മിലാഫ് കോളക്ക് മധുരം നൽകുന്നത് ഈത്തപ്പഴത്തിന്റെ സ്വതസിദ്ധമായ മധുരം തന്നെയാണ്. മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളിൽ കൂടിയ അളവിൽ ചേർക്കപ്പെടുന്ന പഞ്ചസാര അഥവാ ആഡഡ് ഷുഗേഴ്സും ഈത്തപ്പഴം പോലെയുള്ള പഴങ്ങളിൽ കാണപ്പെടുന്ന നാച്ചുറൽ ഷുഗേഴ്സും തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കുമ്പോഴാണ് കൊക്കക്കോള, പെപ്സി പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ചേർത്തപ്പെട്ടുള്ള ആഡഡ് ഷുഗേഴ്സ് നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നു എന്ന് മനസ്സിലാവുക. ആഡഡ് ഷുഗേഴ്സ് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിൽ ആ പ്രൊഡക്റ്റിൻ്റെ മധുരം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ചേർക്കപ്പെടുന്ന ഷുഗറിൻ്റെ വകഭേദങ്ങളാണ്. ഉദാഹരണമായി സൂക്രോസ്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ഹണി, മാപ്പിൾ സിറപ്പ് മുതലായവ മധുരം വർദ്ധിപ്പിക്കാനെന്ന വണ്ണം പല ഉൽപ്പന്നങ്ങളിലും കൂട്ടിച്ചേർക്കാറുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന കൊക്കക്കോളയുടെ കാര്യം തന്നെ എടുക്കാം. വെറും 330 മില്ലി മാത്രമുള്ള കൊക്കക്കോള ബോട്ടിലിൽ മധുരത്തിനായി ചേർക്കപ്പെടുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ അളവ് ഏകദേശം 10 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് സമാനമാണ്. അഥവാ ലോകാരോഗ്യ സംഘടന ഒരു മനുഷ്യന് നിർദ്ദേശിക്കുന്ന ഒരു ദിവസത്തെ ശരാശരി ഷുഗർ ഉപയോഗത്തിൻ്റെ 140%. ഇത്തരത്തിൽ കൂടിയ അളവിൽ ശരീരത്തിലെത്തുന്ന പഞ്ചസാരയെ നമ്മുടെ ശരീരം കൊഴുപ്പാക്കി ശരീരത്തിൽ സൂക്ഷിക്കുകയും അത് അതിവേഗത്തിൽ പൊണ്ണത്തടിയിലേക്കും ടൈപ്പ് 2 പ്രമേഹത്തിലേക്കും എത്തിക്കുന്നുവെന്ന അപകടകരമായ സത്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കൂടിയ അളവിലുള്ള പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ പല്ലുകളുടെ ഇനാമലിനെ വരെ നശിപ്പിക്കുകയും പല്ലിൻ്റെ സ്വാഭാവിക ആരോഗ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഈത്തപ്പഴം, ബനാന, ആപ്പിൾ പോലെയുള്ള പ്രകൃതിദത്തമായ പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, സൂക്രോസ് പോലെയുള്ള നാച്ചുറൽ ഷുഗേഴ്സ് പഴങ്ങളിൽ അത്രമാത്രം കൂടിയ അളവിൽ കാണാറുമില്ല. അവ നമ്മുടെ ശരീരത്തിന് അത്ര ദോഷം ചെയ്യാറുമില്ല. മാത്രവുമല്ല, ഇത്തരം പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഫൈബറുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻസ്, മിനറൽസുമെല്ലാം ശരീരത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കുകയും നമ്മുടെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുകയും ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യാറുണ്ട്. പ്രകൃതിദത്തമായ പഴങ്ങളിൽ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഒന്നാന്തരം പഴമായ ഈത്തപ്പഴത്തിൽ നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന മിലാഫ് കോളയുടെ ജനനം എന്ന് പരിഗണിക്കുമ്പോഴാണ് സൗദിയുടെ ഈ പുതിയ കണ്ടെത്തലായ മിലാഫ് കോള വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ തീർക്കുന്ന കൊക്കക്കോളക്കും പെപ്സിക്കും ആരോഗ്യകരമായ ഒരു ബദൽ തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഈത്തപ്പഴത്തിന്റെ ഔഷധ ഗുണങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കും മിലാഫ് കോളയെയും വിശ്വസിക്കാം. മിലാഫ് കോള നിർമ്മിക്കാൻ സൗദിയിലെ പ്രീമിയം ഈത്തപ്പഴങ്ങളാണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇത്തരം ഈത്തപ്പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല മധുരം നൽകുന്ന പഴമാണല്ലോ ഈത്തപ്പഴം. അതിൻ്റെ പ്രധാന കാരണം അതിലടങ്ങിയിട്ടുള്ള സിമ്പിൾ ഷുഗേഴ്സായ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുന്ന ഈ ഷുഗറുകൾ ആഡഡ് ഷുഗേഴ്സിനെ പോലെ അത്ര ഹാനികരമല്ല. ഈത്തപ്പഴങ്ങളുടെ മറ്റൊരു പ്രധാന ചേരുവ നാരുകളാണ്. ശരീരത്തിൽ അലിയുന്നതും അലിയാത്തതുമായ ധാരാളം നാരുകളടങ്ങിയ ഈത്തപ്പഴത്തിന് നമ്മുടെ ദഹന പ്രക്രിയയെ വലിയ തോതിൽ സഹായിക്കാനാകും. ഈത്തപ്പഴത്തിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പ്രധാനികളാണ് പൊട്ടാഷ്യം, കോപ്പർ, മഗ്നീഷ്യം പോലെയുള്ള മിനറലുകളും പിരിഡോക്സിൻ എന്ന വൈറ്റമിൻ B6ഉം. ഇതിൽ പൊട്ടാഷ്യം നമ്മുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുകയും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കോപ്പർ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ പ്രധാന ഘടകമാണ്. മഗ്നീഷ്യം എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും പേശികളുടെയും നാഡീവ്യൂഹത്തിൻ്റെയും പ്രവർത്തനങ്ങളിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്യുന്നു. പിരിഡോക്സിൻ അഥവാ വൈറ്റമിൻ B6 നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബലപ്പെടുത്തുന്നതും ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ അവിഭാജ്യ ഘടകവുമാണ്. ഫ്ലാവനോയിഡ്സ്, കാരോട്ടിനോയിഡ്സ്, ഫിനോളിക് ആസിഡ് പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ്, സപ്പോനിൻസ് പോലെയുള്ള ഫൈറ്റോ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാനും ക്യാൻസർ സെല്ലുകളെ പ്രതിരോധിക്കാനും വരെ ശേഷിയുള്ളവയാണ്.
ഇത്രമാത്രം പ്രത്യേകതകളടങ്ങിയതും മനുഷ്യോൽപത്തിയുടെ കാലം മുതലേ ഔഷധമായും പോഷകസമൃദ്ധമായ ഭക്ഷണമായും നമുക്കിടയിലുള്ളതുമായ ഈത്തപ്പഴം കാലത്തിനൊത്ത രൂപമാറ്റം സംഭവിച്ച് എന്നാൽ അതിൻ്റെ സ്വാഭാവിക ഗുണങ്ങളൊന്നും ചോരാതെ തന്നെ കോളയുടെ രൂപത്തിൽ നമ്മുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രമേഹവും പൊണ്ണത്തടിയും ക്രമാതീതമായി വർദ്ധിച്ച ഇക്കാലത്ത് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ കൊക്കക്കോള, പെപ്സി പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾക്ക് ആരോഗ്യകരമായ ഒരു ബദൽ എന്ന നിലയിൽ സൗദിയുടെ മിലാഫ് കോളയ്ക്ക് വരും കാലങ്ങളിൽ ലോകമെമ്പാടും വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് ഉറപ്പാണ്.